ഹലോ ഫ്രണ്ട്സ്, സ്പെസിയ ഡയറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചെമ്പല്ലി കൊണ്ട് കിടുക്കാച്ചി ഫ്യൂഷൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 800 ഗ്രാമിൻ്റെ ഒരു ചെമ്പല്ലിയാണ്. ഈ ചെമ്പല്ലി ഫ്യൂഷൻ നമ്മൾ ഉണ്ടാക്കുന്നത് വൈൻ ഉപയോഗിച്ചിട്ടാണ്. വൈൻ ഉപയോഗിച്ചതെന്ന് പറയുമ്പോൾ അത് നോ ആൽക്കഹോൾ, ഓക്കെ, ഫുഡ് വൈനാണ്. ഇന്ന് നമുക്ക് മാർക്കറ്റിലൊക്കെ വൈൻ കിട്ടും, അതല്ലെങ്കിൽ തന്നെ നമുക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം. വളരെ ചെറിയ പൈസ കൊടുത്ത് ഈ വൈൻ പർച്ചേസ് കഴിഞ്ഞാൽ ഒരുപാട് ഫ്യൂഷൻസ് കറികൾ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഈ ചെമ്പല്ലി അങ്ങോട്ട് കളറാക്കി കളയാം. 800 ഗ്രാമിൻ്റെ ചെമ്പല്ലി ചെതമ്പലെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിൽ കാണിച്ച പോലെ വളരെ സൂക്ഷിച്ച് നിങ്ങളിത് കട്ട് ചെയ്തെടുക്കുക. ഇനി നിങ്ങൾക്കിത് ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് വരഞ്ഞു കൊടുത്താലും മതി. വലിയൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ആഡ് ചെയ്യുക, 1/2 കപ്പ് കോൺഫ്ലോർ, ഒരു മുട്ട ഉടച്ച് ചേർക്കുക, 1 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുക. മാരിനേഷനുള്ള മിക്സിങ് നമുക്ക് വേണ്ടത് ലൂസായിട്ടാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യണം. തീ കത്തിച്ചിട്ട് വലിയൊരു പാൻ വെക്കുക. പാനിൽ ഡീപ്പ് ഫ്രൈക്ക് വേണ്ട ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം. ചെമ്പല്ലിനെ എടുത്തിട്ട് ഈ മാരിനേഷനിൽ നല്ല പോലെ മിക്സ് ചെയ്യുക. എണ്ണ തിളച്ച് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിം ആക്കുക. ഇനി നമുക്ക് ചെമ്പല്ലി ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഒരു സൈഡ് 3 മിനിറ്റാണ് നമുക്ക് കുക്ക് ചെയ്യേണ്ടത്. മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. ഓരോ സൈഡും 3 മിനിറ്റാണ് നമുക്ക് കുക്ക് ചെയ്യേണ്ടത്. വേണമെങ്കിൽ നമുക്ക് 2 മിനിറ്റ് കഴിയുമ്പോൾ ഫിഷിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മൂന്ന് മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെമ്പല്ലിനെ എടുത്ത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. 2 മിനിറ്റിന് ശേഷം വീണ്ടും മീനെടുത്തിട്ട് ഒന്നും കൂടി ഫ്രൈ ചെയ്യാം. വീണ്ടും 1 മിനിറ്റാണ് നമുക്ക് കുക്ക് ചെയ്യേണ്ടത്. 1 ടീസ്പൂൺ എടുത്തിട്ട് എണ്ണ ഈ ഫിഷിൻ്റെ മേലൊക്കെ ഒഴിച്ചു കൊടുക്കുക. 1 മിനിറ്റ് കഴിഞ്ഞാൽ ഈ ചെമ്പല്ലിനെ എടുത്തിട്ട് വീണ്ടും ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. ഒരു മീഡിയം ഉള്ളി സ്ലൈസ് ചെയ്തെടുക്കുക. 2 സ്പ്രിംഗ് ഒനിയൻ ജൂലിയൻ സൈസിൽ കട്ട് ചെയ്യുക. 1 പിടി മല്ലിച്ചപ്പ് അരിഞ്ഞു വെക്കുക. കുറച്ച് കാബേജ് അരിഞ്ഞു വെക്കുക. അടുപ്പ് കത്തിച്ചതിന് ശേഷം ഒരു പാൻ വെക്കുക. പാൻ ചൂടായി കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മിക്സ് ചെയ്യുക. ഉള്ളിയുടെ കളർ ചേഞ്ചായി വരുമ്പോൾ ഇതിലേക്ക് സ്പ്രിംഗ് ഒനിയൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. പച്ചമസാലയുടെ മണം പോകുന്നവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. 2-3 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക. ഓവൻ മീഡിയം ഫ്ലെയിമിലാക്കണം. 3 ടേബിൾ സ്പൂൺ വൈൻ ആഡ് ചെയ്യുക. ഒരു കപ്പ് വെള്ളം ചേർത്തതിന് ശേഷം നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പ് ചേർക്കുക. 1 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം 2 മിനിറ്റ് കുക്ക് ചെയ്യുക. 2 മിനിറ്റിന് ശേഷം ഉള്ളിയും സ്പ്രിംഗ് ഒനിയനും ഇതിൽ നിന്ന് എടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. 4 പച്ചമുളക് ആഡ് ചെയ്യുക. 5-6 ചെമ്മീൻ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുക. കറി നല്ലപോലെ തിക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. 2 ടേബിൾ സ്പൂൺ ആപ്പിൾ വിനീഗർ ചേർത്ത് കൊടുക്കുക.
ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൽ ആവശ്യത്തിന് വേണ്ടുന്ന വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ മിക്സിങ് നമുക്കിനി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല പോലെ മിക്സ് ചെയ്തതിനു ശേഷം 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്തെടുക്കാം. 3 മിനിറ്റിന് ശേഷം അടുപ്പ് സ്വിച്ച് ഓഫ് ചെയ്യുക. ചെമ്പല്ലി ഫ്യൂഷൻ റെഡി ആയിട്ടുണ്ട്. ഫ്രൈ ചെയ്ത ചെമ്പല്ലി സെർവിങ് പ്ലേറ്റിൽ എടുത്ത് വെക്കുക. ചെമ്പല്ലിയുടെ മേലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫ്യൂഷൻ പതുക്കെ ഒഴിച്ചു കൊടുക്കുക. ഈ ചെമ്പല്ലി ഫ്യൂഷൻ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കറിയാണ്, അതേപോലെ തന്നെ വളരെ ടേസ്റ്റുമാണ്. നിങ്ങളെല്ലാവരും ഇത് ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയുമ്പോഴേ എനിക്ക് വീണ്ടും വീണ്ടും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിച്ചപ്പും കാബേജും കൊണ്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാം. ചെമ്പല്ലി ഫ്യൂഷൻ ഉണ്ടാക്കിയത് കണ്ടില്ലേ? ഇത് നല്ലൊരു സ്വയംഭ സാധനമാണ്. വേണമെങ്കിൽ നിങ്ങളൊന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്തോ. ഞാൻ സംഗതി കളറാക്കിയിട്ടുണ്ട്. ഇനി കളറാക്കേണ്ടത് നിങ്ങളാണ്. അപ്പോൾ നിങ്ങൾ കളറാക്കി നോക്കിയിട്ട് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. ഇങ്ങനത്തെ കിടിലൻ ഫ്യൂഷൻസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണ്ടേ? വേണ്ടേ? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ വെറൈറ്റി കറികൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതാത് സമയങ്ങളിൽ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്കിനി വേറൊരു വെറൈറ്റി ഡിഷുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. സോ ഇറ്റ്സ് മീ താഹിർ, സ്പെസിയ ഡയറി, സൈനിങ് ഓഫ്. ബൈ.